നമ്മുടെ പുതിയ സാത്തി ഡിവൈസ് വന്നിട്ടുണ്ട്. ഡിവൈസ് അൺബോക്സ് ചെയ്യുന്നതാണ്. ഇതാണ് നമുക്ക് കാണുന്ന സാത്തി ഡിവൈസ്. ഇതിനകത്ത് നമുക്ക് ഓൺ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കിവിടെ ഒരു ബട്ടൺ ഉണ്ട്. ബട്ടണിൽ നമുക്ക് ഓൺ ചെയ്യാം. അതിൽ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്താൽ മതി. പ്രസ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമുക്ക് ഇത് ഓണായിട്ട് വരും. അതോടൊപ്പം തന്നെ ഇതിൻ്റെ ഫീച്ചേഴ്സും കൂടെ ഒന്ന് നോക്കാം. ഇവിടെ നമുക്ക് കാർഡ് ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സോക്കറ്റ് ഉണ്ട്. അതേപോലെ തന്നെ സൗണ്ട് കേൾക്കാൻ വേണ്ടിയിട്ട് ഒരു സ്പീക്കറുണ്ട്. അതോടൊപ്പം തന്നെ നമുക്കിവിടെ ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ചാർജിങ് പോർട്ട് ഉണ്ട്. പിന്നെ ഓളിയോ ഒക്കെ നമുക്ക് ഇവിടെ തന്നെയാണ്. ഇതിലാണ് ഓളിയോ കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുന്നത്. ഇതിൻ്റെ അകത്ത് സിമ്മാണ് ഇടുന്നത്. സിം ഇടുന്ന ഇതാണ് നമുക്ക് ഓണായി വരുമ്പോഴുള്ള ഒരു സർഫേസ് നമുക്ക് കാണാം. നമുക്കൊരു ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഈ ആമസോണിൻ്റെ അലക്സ പോലെയുള്ളൊരു അടിപൊളി ഒരു ഡിവൈസാണ്. വൺസ് ഇത് ഓപ്പണായിട്ട് വന്നു. അപ്പം ഓപ്പൺ ആകുമ്പോൾ തന്നെ ഇതാണുള്ളത്. ഇതിൻ്റെ അകത്ത് നമുക്ക് ജസ്റ്റ് ഇതിൻ്റെ ഫീച്ചേഴ്സ് നമുക്ക് ജസ്റ്റ് നോക്കാം. നമുക്ക് ക്യാമറയുണ്ട്, സെറ്റിങ്സ് ഉണ്ട്, സിസ്റ്റം അപ്ഡേറ്റ്, ബാക്കി എല്ലാ ഡീറ്റെയിൽസും ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട്. പ്ലസ് നമുക്ക് ഇതിൻ്റെ അകത്ത് ഹിറ്റാച്ചി എന്ന് പറഞ്ഞൊരു ആപ്ലിക്കേഷൻ ത്രൂവിലാണ് നമ്മളിത് ചെയ്യുക. അതിൽ നമുക്ക് പെട്ടെന്ന് സമയമില്ലാത്തതുകൊണ്ട് പെട്ടെന്ന് കാണിക്കാം. നമ്മൾ ഇതിൻ്റെ ആപ്ലിക്കേഷൻ ജസ്റ്റ് ഓപ്പൺ ചെയ്യുന്നു. അപ്പം ഇതിലൊരു സക്സസ് എന്ന് പറഞ്ഞിട്ടൊരു ഇത് വരും. അതോടൊപ്പം തന്നെ നമുക്ക് ഇതിൻ്റെ അകത്ത് 2 ഓപ്ഷൻസാണുള്ളത്. ഒന്ന് നമുക്ക് വരുന്നത് സെയിലാണ്. നമ്മുടെ കാർഡ് സെയിലാണ് വരിക. പിന്നെ BQR ആണ് വരിക. അപ്പം നമ്മൾക്ക് ആദ്യത്തെ ഫസ്റ്റ് ട്രാൻസാക്ഷൻ തന്നെ നമുക്കൊരു QR കോഡ് ജനറേറ്റ് ചെയ്യാം. QR കോഡ് ജനറേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ജസ്റ്റ് ഒരു 1 റുപ്പി QR കോഡ് ജനറേറ്റ് ചെയ്യാം. 1 റുപ്പി + 00 ഇങ്ങനെ ആകുമ്പോൾ ഉള്ള ₹1 വരുള്ളൂ. അപ്പോൾ ₹1 ചേരുന്നു. നമ്മൾ നെക്സ്റ്റ് കൊടുക്കുന്നു. ജനറേറ്റ് QR കൊടുക്കുന്നു. ജനറേറ്റ് QR കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് QR കോഡ് വരും. അതിലേറ്റവും എളുപ്പത്തിൽ നമുക്കറിയാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ്. അതിനകത്ത് നമുക്ക് QR കോഡ് നമുക്ക് സ്കാൻ ചെയ്യാം. ഇതിൽ QR കോഡ് സ്കാൻ ചെയ്യുമ്പോൾ തന്നെ നമ്മൾ കൊടുത്തിരിക്കുന്ന എമൗണ്ട് ഇതിലേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് വരും. നമ്മൾ കൊടുത്തിരിക്കുന്ന എമൗണ്ട് ഓട്ടോമാറ്റിക്കായിട്ട് ഇതിലേക്ക് വരും. ഇതിൽ നമുക്ക് നോക്കാം പേയ്മെൻറ്റ് എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത്. അപ്പം അതിൽ നമ്മൾ പിൻ കൊടുക്കുന്നു. പിൻ കൊടുത്തതിന് ശേഷം നമ്മൾ ഓക്കെ കൊടുക്കുന്നു. ഇവിടെ എമൗണ്ട് പോകുമ്പോൾ തന്നെ നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റും ട്രാൻസാക്ഷൻ സക്സസ് എന്നുള്ളത്. നമ്മൾക്കതിൻ്റെ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് വരും. നമ്മൾക്ക് ഇത് വ്യൂ ചെയ്ത് കാണാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അതേപോലെ തന്നെ നമുക്കത് ഈ ചാർജ് സ്ലിപ്പ് പോലെ മൊബൈലിലേക്ക് സെൻഡ് ചെയ്യാനുള്ള ഓപ്ഷൻസും ഉണ്ട്. ഇനി നമുക്ക് അടുത്തത് നമ്മൾ നോക്കുന്നത് കാർഡിലേക്കാണ്. കാർഡ് ട്രാൻസാക്ഷൻസിലേക്ക് നമുക്ക് പോകാം. ഇനി നമുക്ക് കാർഡ് ട്രാൻസാക്ഷൻസിലേക്ക് പോവുക. കാർഡ് 2 രീതിയിൽ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാം. അത് നമുക്ക് പോകുന്ന വഴി കാണാം. ₹1 നമ്മൾ കൊടുത്തു, ഓക്കെ കൊടുത്തു. ഇതിനകത്ത് നമുക്ക് ടാപ്പ് ചെയ്യാവുന്ന ഓപ്ഷൻസും ഉണ്ട്. അതേപോലെ തന്നെ കാർഡ് ഇൻസേർട്ട് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഞാൻ ഫസ്റ്റ് ടാപ്പ് ചെയ്യുന്നത് കാണിച്ചു തരാം. നമ്മൾ കാർഡ് ടാപ്പ് ചെയ്ത് കഴിയുമ്പോൾ അത് ട്രാൻസാക്ഷൻ സക്സസ് ആയി. അതോടൊപ്പം തന്നെ അതിൻ്റെ സ്ലിപ്പ് ജനറേറ്റ് ചെയ്തു. അതിൽ നമുക്ക് ഈ ചാർജ് സ്ലിപ്പ് എങ്ങനെ എടുക്കുന്നതെന്നുള്ളതും കൂടെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. നമ്മളിത് കൊടുക്കുന്നു, മൊബൈൽ നമ്പർ കൊടുക്കുന്നു. നമ്മൾ കാർഡ് മൊബൈൽ നമ്പർ നമ്മൾ ടൈപ്പ് ചെയ്യുന്നു, ഓക്കെ കൊടുക്കുന്നു. അപ്പോൾ കണ്ടിന്യൂ കൊടുത്തു കഴിഞ്ഞാൽ ഈ മൊബൈലിലേക്ക് ഒരു SMS പോയിട്ടുണ്ട്. അപ്പോൾ ആ SMS കൂടെ നമുക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇതിലാണ് SMS വന്നിട്ടുള്ളത്. ഈ വന്നിരിക്കുന്ന SMS ആണ് നമുക്കുള്ളത്. അതിൻ്റെ അകത്ത് നമ്മൾ ജസ്റ്റ് ആ ഒരു ലിങ്ക് ഉണ്ട്. ആ ലിങ്ക് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾക്ക് അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ചാർജ് സ്ലിപ്പ് നമുക്ക് കാണാൻ പറ്റും. നമുക്ക് SMS വന്നിട്ടുണ്ട്. SMS നമുക്ക് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഇതാണ് നമുക്ക് വരുന്ന ചാർജ് സ്ലിപ്പ്. ഇത് നമുക്ക് ഡൗൺലോഡ് കൊടുക്കുന്ന ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഡൗൺലോഡ് കൊടുത്തു കഴിയുമ്പോൾ ഡൗൺലോഡിൻ്റെ ഓപ്ഷൻസ് വരുന്നു. ഡൗൺലോഡ് ഓപ്പൺ ആയിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഇതാണ് നമുക്ക് ചാർജ് സ്ലിപ്പ്. ഇത് നമുക്ക് ഷെയർ ചെയ്യുകയോ എങ്ങനെയാണ് നമുക്ക് കീപ്പ് ചെയ്യുകയോ ചെയ്യാം. നമ്മൾ പേപ്പർ പ്രിൻ്റ് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഫെയ്ഡായി പോകുന്നൊരു ഓപ്ഷൻസ് ഇതിനകത്ത് ഉണ്ടാവില്ല. നമുക്കത് എത്ര കാലം വേണമെങ്കിലും സൂക്ഷിച്ച് വെക്കാൻ പറ്റും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ നോർമലായിട്ട് നമുക്കൊരു വർക്കിംഗ് പാറ്റേൺ പറയാനുള്ളത്. ഇനി നമുക്ക് വരുന്നത് ഇതിൻ്റെ അകത്തുള്ള
നമ്മൾ കാർഡ് ട്രാൻസാക്ഷൻസ് ആണ് ഇതിൻ്റെ അകത്ത് വരിക. അത് പിൻ നമ്പർ ഉപയോഗിച്ചിട്ട് നമ്മൾ ചെയ്യുന്നത്. ഇതിങ്ങനെ നമ്മൾ ഓക്കെ കൊടുക്കുന്നു, എമൗണ്ട് കൊടുത്തതിന് ശേഷം നമ്മൾ നെക്സ്റ്റ് പ്രസ് ചെയ്യുന്നു. ഇതിന് ശേഷം നമ്മൾക്ക് കാർഡ് ഇൻസേർട്ട് ചെയ്യുകയാണ്. കാർഡ് ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ഓപ്ഷൻസ് അവർ വരുന്നത് പിൻ അടിക്കുക എന്നുള്ള ഓപ്ഷനാണ്. അപ്പോൾ പിന്നടിച്ച് കഴിയുമ്പോൾ തന്നെ നമുക്കത് അപ്രൂവ്ഡ് വരും. ഇതാണ് നമുക്ക് ടോട്ടൽ ഇതിൻ്റെ ഒരു ട്രാൻസാക്ഷൻസ് ഒക്കെ നമുക്ക് പറയാനുള്ളത്.